സമർപ്പണം എന്ന കഥയുടെ തുടർഭാഗം. അങ്ങനെ ഗായത്രിയുടെ വിവാഹം നല്ല രീതിയിൽ കഴിഞ്ഞ് ഗായത്രിയും ഭർത്താവും നീലാംബരിയോടും ഗൗതമനോടും യാത്രയും ചോദിച്ച് അമേരിക്കയിലേക്ക് തിരിച്ചു. അവരുടെ ജീവിതം എന്നും ഭദ്രമായിരിക്കട്ടെ എന്ന് നീലാംബരി പ്രാർത്ഥിച്ചു. പിന്നീട് നീലാംബരിക്ക് ഒരു ദൗത്യം കൂടി ബാക്കിയാണ്. ഇനി ഗൗതമനും ഒരു വിവാഹം വേണം. അവൾ മനസ്സിൽ ആലോചിച്ചു. മോൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? നീലാംബരി ഗൗതമനോട് ചോദിച്ചു. ഇല്ല, പക്ഷേ നമുക്കൊരു വീടൊക്കെ വെച്ചിട്ട് മതി. 2-3 വർഷത്തിനുള്ളിൽ നമുക്കൊരു വീട് വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. ഒരു ദിവസം നീലാംബരി ഗൗതമനോട് പറഞ്ഞു, എൻ്റെ കൂടെ ജോലി നോക്കുന്ന രേഖയെന്ന് പറയുന്ന ക്ലർക്ക് ഉണ്ട്. അവർക്കൊരു മകളുണ്ട്. ചാരുലത എന്നാണ് ആ കുട്ടിയുടെ പേര്. ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. മോന് സമ്മതമാണെങ്കിൽ നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. അവൻ പറഞ്ഞു, അമ്മ തീരുമാനിച്ചോളൂ, അതെന്തായാലും എനിക്ക് സമ്മതം. അങ്ങനെ അവർ പോയി കണ്ടു. ഗൗതമന് ഇഷ്ടപ്പെട്ടു. അവർക്കും കയറി താമസവും കഴിഞ്ഞാൽ പിറ്റേന്ന് കല്യാണം അവർ തീരുമാനിച്ചു. ഗായത്രിയും വന്നു. നമുക്ക് വീടിനൊരു പേരിടണം. ഗൗതം ഗായത്രിയോട് പറഞ്ഞു. നീ എന്ത് പറയുന്നു? നീ എന്ത് പേരാണ് സെലക്ട് ചെയ്യുന്നത്? ഞാനൊരു പേര് പറയാം, അവൾ പറഞ്ഞു. പറയൂ. സമർപ്പണം. ഞാൻ മനസ്സിലോർത്ത പേരാണ് നീ പറഞ്ഞത്. നമുക്കായി ജീവിതം സമർപ്പിച്ച ആ വലിയ മനസ്സിന് ഞാൻ സമർപ്പിക്കുന്നു ഈ വീട്. കയറി താമസത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടത്തി. ആശാരി വാതിൽ തുറന്ന് താക്കോൽ ഗൗതമിൻ്റെ നേർക്ക് നീട്ടി. ഉടൻ അവൻ താക്കോൽ വാങ്ങി നീലാംബരിയുടെ കയ്യിൽ കൊടുത്ത് കാലിൽ തൊട്ട് തൊഴുതു. നീലാംബരിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നിയത്. പിറ്റേന്ന് വിവാഹം കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ. നീലാംബരിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വിവാഹം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. നീലാംബരി ചാരുലതയെ കെട്ടിപ്പിടിച്ച് കൊണ്ട് പറഞ്ഞു, ഈ വീടിൻ്റെ താക്കോൽ മോളുടെ കയ്യിൽ ഭദ്രമായി വെച്ചാൽ മതി. മോള് തന്നെ സൂക്ഷിച്ചോളൂ ഈ താക്കോൽ. നീലാംബരിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. താൻ ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണമായി എന്ന് തന്നെ പറയാം. ഇതുവരെ തന്നെ എത്തിച്ച ദൈവത്തോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ മുത്തശ്ശി എന്നുള്ള മാധവൻ്റെ വിളി കേട്ടാണ് നീലാംബരി ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. എന്താ ആലോചിക്കുക മുത്തശ്ശി? മാധവൻ്റെ ചോദ്യം കേട്ടാണ്. ഒന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താണ് പ്രാർത്ഥിച്ചത്? എൻ്റെ മാധവനും കല്യാണിയും വളർന്ന് നല്ല നിലയിൽ എത്തണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. സമർപ്പണമെന്ന കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്.